ഡൈനിങ് ടേബിൾ എത്തുമ്പോൾ ചിലത് നൈസ് പത്തിരിയാവും, ചില കട്ടിപ്പത്തിരിയാവും, ചില ടയർ, ചിലത് കുഞ്ഞിപ്പത്തലാകും, പുട്ടാകും, ഓട്ടടയാകും, ദോശയാകും, 100 കണക്കിന് വിഭവങ്ങളാകും. ചില വെന്തിട്ടുണ്ടാവും, ചില വെന്തിട്ടുണ്ടാവില്ല, ചില കരിഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ തുടങ്ങിയെല്ലാം സംഗതി അരിയെല്ലാം ഒന്നാണ്, ഒരേ ബില്ലാണ്, ഒരേ വിലയാണ്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒരു ന്യൂനത വന്നാൽ അത് നേരെ കാണും. ഇനി ഇവിടെ കാണുന്ന ഏത് മരങ്ങളും ആശാരിൻ്റെ കയ്യിൽ കിട്ടിയാൽ ചിലത് ഡൈനിങ് ടേബിളാകും, ചില ടീഫോയി ആവും, ചില സ്പീക്കിംഗ് സ്റ്റാൻഡാകും. അങ്ങനെ 100 കണക്കിന് ഉരുപ്പടികളായി മാറും. കൊശവൻ്റെ കയ്യിൽ കിട്ടുന്ന മണ്ണ് ചില മൺകലയാവും, ചില മൺചട്ടിയാവും, ചില ചട്ടി പത്തിരിച്ചട്ടിയാകും. എന്നാൽ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അവർ ലോകോത്തര പ്രതിഭകളാവണോ, അവർ ചെറിയവരാവണോ, അവർ വില്ലേജ് തലത്തിലാവണോ, യൂണിറ്റ് തലത്തിൽ അറിയപ്പെട്ടവരാകണോ, അവർ കള്ളനാവണോ, കൊള്ളക്കാരനാവണോ, ആരാവണമെന്ന് തീരുമാനിക്കേണ്ട ഉമ്മയാണ്. 1985, 60, 86 കാലഘട്ടങ്ങളിൽ റിപ്പർ ചന്ദ്രൻ എന്ന ധാരാളം ആളുകളെ ചുറ്റിക കൊണ്ട് തലയിൽ മേടിക്കൊന്ന റിപ്പർ ചന്ദ്രൻ നിങ്ങൾ കേട്ടിരിക്കും. എത്ര ആളുകളെയാണ് റിപ്പർ ചന്ദ്രൻ കൊന്നത്? അവസാനം പിടിക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, വിചാരണ കഴിഞ്ഞു, തൂക്കിലേറ്റാൻ വിധിച്ചു. അങ്ങനെ തൂക്കിലേറ്റുന്ന സമയത്ത് അന്ത്യാഭിലാഷം ചോദിച്ചു. അന്ത്യാഭിലാഷം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അമ്മയൊന്ന് എനിക്ക് കാണണമെന്നായിരുന്നു. എല്ലാവരും കരുതി ആ അമ്മയോട് അവസാനമായി ആ ചുടുചുംബനങ്ങളൊന്ന് അർപ്പിച്ചിട്ട് ആ അമ്മയോടൊന്ന് പൊരുത്തം വാങ്ങിയിട്ട് ആ അമ്മയുടെ ആശീർവാദം വാങ്ങി തൂക്കിലേറാനായിരിക്കുമെന്ന്. അങ്ങനെ അമ്മയെ കൊണ്ടുവന്നു. അമ്മയും വളരെ സ്നേഹത്തോടുകൂടെ, വളരെ സഹതാപത്തോടുകൂടെ കൈക്കാമം വെച്ച ചന്ദ്രൻ, ടിപ്പർ ചന്ദ്രൻ അമ്മയെ കണ്ടപാട് അമ്മയുടെ കാത് കടിച്ച് കയറുകയല്ലേ ചെയ്തത്. ഈ തൂക്കിലേറ്റാൻ കാരണക്കാരൻ ഈ അമ്മയല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ഇന്ന് കേരളം നേടുന്ന ഏറ്റവും വലിയ ഭീഷണി, ലോകം നേടുന്ന ഭീഷണി ലഹരിയല്ലേ? എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് പൂർണാർത്ഥത്തിൽ ഫലം കാണണമെങ്കിൽ കുടുംബാന്തരീക്ഷം ഫലപ്രദമായിരിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവ് ലഹരിയാവണം, ഭർത്താവിന് ഭാര്യ ലഹരിയാവണം, മക്കൾക്ക് ഉമ്മയും ഉപ്പയും ലഹരിയാവണം, ഉമ്മയും ഉപ്പയും മക്കൾക്ക് മക്കൾ ഉമ്മയും ഉപ്പയും ലഹരിയായി മാറണം. കൂടുമ്പോൾ ഇമ്പമുണ്ടായി, കൂട്ടുകുടുംബത്തെ ഒത്തൊരുമിച്ച്, കൂട്ടുകുടുംബത്തെ ചേർത്ത് പിടിച്ച് അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ചേർന്ന് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി അവരുടെ അഭിരുചികൾ ആസ്വാദനങ്ങൾ തിരിച്ചറിഞ്ഞ് കൂട്ടുകെട്ട് എവിടത്തേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടിടത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇന്നിത് സംഭവിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളിലൊന്നും ലഹരി ബാധിച്ചിട്ടുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഞാൻ ഒരൊറ്റ കാര്യം ഉണർത്തി നിർത്തട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സമസ്ത കൊടുത്തതല്ല, ഏത് മുസ്ലിം സംഘടന കൊടുത്തതല്ല, ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തതല്ല, ഐക്യരാഷ്ട്രയുടെ കുറ്റകൃത്യങ്ങളില്ലാത്ത പ്രദേശമെന്ന സർട്ടിഫിക്കറ്റ് ലക്ഷദ്വീപിന് കൊടുക്കുമ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റർ നൽകിയത് അവിടുത്തെ MP-യുടെ കയ്യിലാണ്, മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ കയ്യിലാണ്. അത് സ്വീകരിച്ചുകൊണ്ട് മെമ്പർ ഓഫ് പാർലമെൻറ്റ് അന്നത്തെ MP ഫൈസൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ലക്ഷദ്വീപിൽ ജയിലുണ്ട്, പക്ഷേ അവിടെ ഇന്ന് വരെ കൊല കേട്ടിട്ടില്ല, അവിടെ ഇന്ന് വരെ കൊള്ള കേട്ടിട്ടില്ല, അവിടെ ഇന്ന് വരെ ജയിൽ താമസിക്കാൻ ആളുണ്ടായിട്ടില്ല. ഇതിന് കാരണം ലക്ഷദ്വീപിലുള്ള മുഴുവൻ കുട്ടികളും മദ്രസയിൽ പഠിക്കുന്നു എന്നതാണ്.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലക്ഷദ്വീപിൽ മദ്രസയിൽ പഠിക്കാത്ത ഒറ്റ കുട്ടികളുണ്ടാകൂല. അതാണ് ലക്ഷദ്വീപിൽ കുറ്റകൃത്യങ്ങളില്ലാത്ത പ്രദേശമെന്നത്. മദ്രസയിൽ പോയതുകൊണ്ട് മാത്രമായില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട വയനാട് ഹസ്സൻ മുസ്ലിയാർ പണ്ഡിത പ്രമുഖരിൽ അത്യുന്നതരാണ്. പൂർണ്ണാരുകൾ ദീർഘായുസ് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ക്ഷീണം തളർച്ചനി മാറ്റി കൊടുക്കണേ അല്ലാ. 40 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് 50 കൊല്ലം, അരനൂറ്റാണ്ട് കാലം കഴിയും. ഈ അരനൂറ്റാണ്ട് കാലം ഹസ്സൻ മുസ്ലിയാർ ദറസിൽ പഠിച്ച ഈ മദീനത്തുൻ നസീഹ എന്നല്ല, ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന 50 കൊല്ലം വയനാട്ടിൽ തന്നെയല്ലേ, മൊത്തം വയനാട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ മദ്യപാനിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതേ സ്ഥാനത്ത് ഇവിടെ ഏതെങ്കിലും ഒരു ഭൗതിക കലാലയം എടുത്തിട്ട് ഒരു കുട്ടി പോലും ചെയ്തിട്ടില്ലെന്നല്ല, 1% ചെയ്തിട്ടില്ലെന്നല്ല അവിടെ പറയുന്ന അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. 28 കൊല്ലം മുമ്പാണ് മഴദിൻ തുടങ്ങിയത്. അന്ന് മലപ്പുറത്തെ ഡോക്ടർമാർ, അഡ്വക്കറ്റുമാർ, എഞ്ചിനീയർമാർ, ഹൈലി എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ ആളുകൾ യോഗം ചേർന്നു. മലപ്പുറത്തിൻ്റെ ശോചനീയ അവസ്ഥ വിശകലനം ചെയ്തു, പരിഹാരം കണ്ടെത്തി. അവരുടെ നേതൃത്വത്തിൽ CBSE സ്കൂൾ കൊണ്ടുവരിക എന്ന്. വളരെ പെട്ടെന്ന് ഫണ്ട് റൈസിങ് കഴിഞ്ഞു. 3 ഏക്കർ സ്ഥലം പെട്ടെന്ന് വാങ്ങി രജിസ്റ്റർ ചെയ്തു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. അതിൻ്റെ നോട്ടീസ് ഒന്ന് നിങ്ങൾ വായിക്കേണ്ടിയിരുന്നു. ഇവിടെ ആംഗ്ലോ ഇന്ത്യൻ ടീച്ചേഴ്സ് മാത്രം ക്ലാസ് എടുക്കുക. മലപ്പുറത്തുകാരും കേരളക്കാരും ഇന്ത്യക്കാരും ഒന്നുമല്ല, ആംഗ്ലോ ഇന്ത്യൻ 1 നമ്പർ 1. ഞങ്ങൾക്കന്ന് മലപ്പുറത്തെ പാവം സാധുക്കൾ ക്ലാസ് എടുക്കുന്ന ടൈമാണ്. 2, ടീച്ചർമാർക്ക് മിനിമം ശമ്പളം 5000 രൂപയായിരിക്കും. ഞങ്ങളന്ന് 200-300 ഒക്കെ കൊടുക്കുന്നത്. 3, ടീച്ചേഴ്സിനെ ഇൻ്റർവ്യൂ എന്ന് ബാംഗ്ലൂരിൽ വെച്ചായിരിക്കും. NB അതാ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമ്മേളനം നടത്തുമ്പോൾ സദസ്യരില്ല എന്ന് കണ്ടാൽ അവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, NB സർക്കസ് ഉണ്ടായിരിക്കുന്നതെന്ന് എഴുതാറുണ്ട്. അപ്പോൾ സർക്കസ് പ്രേമികൾ, രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനും കക്ഷി രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനും എതിർ പാർട്ടിക്കാരും ഒക്കെ സർക്കസ് പ്രേമികളൊക്കെ അവിടെ കുറേ കുട്ടികളൊക്കെ കൂടുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ടെങ്കിലും ജനക്കൂട്ടത്തെ കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ അവർ എഴുതിയത് എന്തായിരുന്നു അറിയോ? NB ഇവിടെ മദ്രസ പഠനം ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ മദ്രസ പഠനം ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു 10, 25, 30, 40 കൊല്ലം മുമ്പ് ഓരോ നാടുകളിലും പ്രചരിപ്പിച്ചിരുന്നത്, നിങ്ങൾ മദ്രസയിൽ പോയാൽ നിങ്ങൾക്ക് SLC വിജയിക്കാൻ കഴിയില്ല, വിജയിച്ചാൽ ഫുൾ മാർക്ക് കിട്ടൂല, സയൻസ് എടുക്കാൻ കഴിയില്ല, അഡ്വക്കറ്റ് ആകാൻ കഴിയില്ല, നിങ്ങളുടെ ഭൗതികം തകർന്നു പോകും. വിശ്വസിച്ചിരുന്നില്ലേ? അങ്ങനെയാണ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഡോക്ടർമാർ, അഡ്വക്കറ്റുമാർ, എഞ്ചിനീയർമാർ എല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ്. സ്ഥാപനമാണെങ്കിലോ കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ച് എല്ലാ നിബന്ധനകളും ഒത്ത 3 ഏക്കർ സ്ഥലം ആദ്യം തന്നെ വാങ്ങി. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലോ ആംഗ്ലോ ഇന്ത്യൻ ടീച്ചേഴ്സ്. ശമ്പളമാണെങ്കിലോ 28 കൊല്ലം മുമ്പാണ് 5000 രൂപ ശമ്പളം. അതോ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത്. ഞങ്ങൾ മഴദിൽ മദ്രസ പഠനം നല്ലോണം സജീവാക്കി. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഞങ്ങളിതൊന്നും സ്വപ്നത്തിൽ പോലും വന്ന് വിചാരിച്ചിരുന്നില്ല. മദ്രസ പഠനം സജീവമാക്കി. 2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് അവർ സ്കൂൾ പൂട്ടിപ്പോയി എന്നല്ല, കുറ്റിയും പറച്ച് പോയി എന്നല്ല, അവർ വാങ്ങിയ സ്ഥലം വിറ്റു. വാങ്ങിയത് മഴദിൻ അക്കാദമി. ഞങ്ങൾ മനസ്സിലാക്കണം. ആ 3 ഏക്കറാണ് മഴദിൻ ആദ്യം വാങ്ങിയ വലിയ സ്ഥലം. പിന്നെ അവിടെയാണ് ഇന്ന് ആ ടെക്നോളജിയൻ ക്യാമ്പ് നിൽക്കുന്നത്. എന്തേ കാരണം? അന്ന് മലപ്പുറത്ത് എല്ലാ പേരുകേട്ട സ്കൂളുകളിലും സീറ്റ് കിട്ടാൻ MP-മാരുടെയോ MLA-മാരുടെയോ മന്ത്രിമാരുടെയോ റെക്കമെൻഡേഷൻ വേണം.
10,000, 15,000, 20,000 ഡൊണേഷൻ വേണം. ഞങ്ങളൊന്ന് 30 കുട്ടികളെ കിട്ടാൻ മരിച്ചുപോയ മുഹമ്മദ് മാസ്റ്ററും ഇപ്പോഴത്തെ ജനറൽ മാനേജറായ സൈദൽവി സൈദിയും സൈനുദ്ദീനും ഷൗക്കത്തും 3 മാസം വീടാന്തരം കയറി ഞങ്ങൾക്ക് 30 കുട്ടികളെ കിട്ടാൻ പെട്ട പാട് ചില്ലറയായിരുന്നില്ല. വീടാന്തരം കയറുമ്പോഴുള്ള ചോദ്യങ്ങൾ, നിങ്ങളാ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങി, നിങ്ങളാന്നൊക്കെ ചോദിച്ചു. എന്നാ ഇന്ന് നിങ്ങളൊന്ന് മലപ്പുറത്ത് വരൂ, പരിശോധിക്കൂ. എല്ലാ ഇംഗ്ലീഷ് മീഡിയങ്ങളുടെയും മുമ്പിൽ ബോർഡ് വെച്ചു, നോ ഡൊണേഷൻ, നോ റെക്കമെൻഡേഷൻ. ഞങ്ങളോ 30,000 രൂപ ഡൊണേഷൻ തന്നെങ്കിലേ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടൂ. ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ടല്ല. ഇന്ന് 6,000 കുട്ടികൾ ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം പഠിക്കുന്നു. മൊത്തം 33,000 കുട്ടികൾ അവിടെ പഠിക്കുന്നു. കോളേജ് ഓഫ് മാനേജ്മെന്റ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഫാർമസി കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. എന്തേ കാരണം? ഒറ്റ കാരണം, മദ്രസ പഠനം കാര്യക്ഷമമായി നടത്തിയതുകൊണ്ട്, ഇതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാത്തത് കൊണ്ട്. ആയതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരോട്, നിങ്ങളുടെ മക്കൾ ശാരീരിക മാനസിക വൈകല്യങ്ങളില്ലാതെ, ദുസ്വഭാവങ്ങളില്ലാതെ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൊല്ലുമെന്ന ആശങ്കയില്ലാതെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ കുടുംബങ്ങളുടെ, നിങ്ങളുടെ ഘാതകരായ മക്കൾ മാറാവില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഡോക്ടറാവാൻ, എഞ്ചിനീയർ ആവാൻ, അഡ്വക്കറ്റ് ആവാൻ, IAS ആവാൻ, ഏത് മേഖലയും എത്തിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖോടെ സുന്നത്തി ജമാഅത്തിൻ്റെ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 28 കൊല്ലം കൊണ്ട് മഅദിൻ സന്തതികൾ 67 രാജ്യങ്ങളിലെത്തിയത്. 67 രാഷ്ട്രങ്ങളിലാണ് ഇന്ന് അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSCയുടെ ചെയർമാൻ സക്കരിയ ഇർഫാനി പറഞ്ഞു, ഞങ്ങൾ UK ചെന്നു, ഞങ്ങൾ US ചെന്നു, ഞങ്ങൾ മലേഷ്യയിൽ ചെന്നു, പല ഭാഗത്തും ചെന്നപ്പോൾ ഞങ്ങൾക്ക് RS രൂപീകരിക്കാൻ സാധിച്ചത് വിദേശ രാജ്യങ്ങൾ അതിരുകളുണ്ടായത് കൊണ്ടാണ്. US UK ലോകത്തിൻ്റെ 65 രാജ്യങ്ങളിലെത്താൻ ഫോറിൻ ലാംഗ്വേജുകൾ പഠിപ്പിക്കുന്നു. അവർക്ക് JRF കിട്ടുന്നു. JRF എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്നുള്ള നാഫി, റാഫി അൽഹംദുലില്ലാ അതിനെയായി ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു, നന്നായി പഠിക്കുന്നു. അതുപോലെ തന്നെ സവാദും ഷംനാസും ഫായിസും അതിനികൾ, അള്ളാഹ് ഇവരെല്ലാം ഈ ഹസൻ ഉസ്താദിൻ്റെ സന്തതികളല്ലേ. അവരോട് ചോദിച്ചു നോക്കി, എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് സലാമത്താക്കാൻ കഴിയില്ലല്ലോ. അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തെ ഞാൻ ഒന്നുകൂടി അടുത്തറിയാൻ സാധിച്ചത് വളരെ സന്തോഷത്തോടെ പറയട്ടെ. റാഫി അതിനെയാവട്ടെ, സവാദ് അതിനെയാവട്ടെ, ഷംനാസ് അതിനെയാവട്ടെ, ഫായിസ് അതിനെയാവട്ടെ, ദേഷ്യം പിടിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതിൽ, അച്ചടക്കത്തോടെ പ്രവർത്തിച്ചു എന്ന്, എല്ലാറ്റിലും ആക്റ്റീവായി എന്നതിൽ അൽഹംദുലില്ലാ. ആ സുലൂക്ക്, കുട്ടികളുടെ സ്വഭാവം, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന മഹാനായ മുസ്ലിയാരുടെ തെർബിയത്താണ്, തസ്കിയത്താണ്, അവിടെ നിന്ന് പഠിപ്പിച്ചതാണ്. അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. JRF എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ മാസം പ്രതി പഠിക്കുന്നതിന് കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 45,000 റുപ്യ വരാം. ഇപ്പോഴും പലയിടത്തും മദ്രസ മൗലവിയും കൊടുക്കുന്ന ശമ്പളം 4,500 റുപ്യൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കൊല്ലം കൊടുക്കൽ 45,000 റുപ്യ ആയിരിക്കും. ഇത് മദ്രസയെ പഠിപ്പിച്ചിട്ടല്ല, ദറസിലിരുന്ന് ഓതി പഠിക്കുന്നതിൻ്റെ പേരിൽ 5 കൊല്ലത്തോളം 45,000 രൂപ മാസം പ്രതി ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് JRF എന്നുള്ളത്. 8 അതിനികൾക്കാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം 50 അതിനികൾക്കെങ്കിലും അത് നേടണമെന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഇപ്പോഴത്തെ തയ്യാറെടുപ്പ് നടത്തുന്നത്, പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ജാമിയ മർക്കദു സഖാഫത്തി സുന്നയിൽ സഅദിയയിൽ തഖസ്സുസിൻ്റെ റിസൾട്ട് വരുമ്പോൾ
മഅദിൻ മുത്തവ്വിൽ തുടങ്ങിയ ശേഷം സഅദിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ആദ്യത്തെ 10 മുഴുവൻ മഅദിൻ അതിരുകൾ ഉണ്ടായിട്ടുണ്ടാവും. മർക്കസ് തഖാഫത്തി സുന്നിയുടെ തഖസ്സുസിൽ ആദ്യത്തെ 10 മുഴുവൻ അതിരുകൾ ഉണ്ടായിരിക്കും. അപ്പം രണ്ടും എന്തിനേറെ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് കുറേ പറയാനുണ്ട്. നമ്മളൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാവണം. ലോകം കണ്ട അപാര പ്രതിഭയാണ്, ഏറ്റവും കൂടുതൽ മെമ്മറി പവറുള്ള, ആരെയും നെട്ടിപ്പിക്കുന്ന വിസ്മയത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഉറവിടമാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ. എന്താണ് അവർ ഓർമ്മശക്തി? വഫാത്തായി 1196 കൊല്ലമായില്ലേ? ഇത് പിന്നെ സ്വാഭാവികമല്ലോ. എന്ത് ഗുണം കണ്ടാലും അത് കൊച്ചാക്കി കാണിക്കുക എപ്പോൾ തുടങ്ങിയൊന്നുമല്ല. ഒരു കുട്ടി SLCയിൽ ഫുൾ മാർക്ക് കോപ്പി അടിച്ചാവും, ചോദ്യ പേപ്പർ ഉയർത്തിയിട്ടുണ്ടാവും. ആട്ട് വകവെച്ച് കൊടുക്കാൻ കഴിയുമല്ലോ. ഞാൻ കരുതിയൊക്കെ പഠിത്താലത്തുണ്ടായതാന്ന് കരുതി. ബുഖാരി ഇമാമിനെ കുറിച്ചും വന്നു ആരോപണം. ബുഖാരി ഇമാം ബുല്ലാദുർ എന്നൊരു തരം മരുന്ന് കുടിക്കുന്നുണ്ട്. എന്തിന്? ഓർമ്മശക്തി ഉണ്ടാക്കാൻ വേണ്ടി ബുല്ലാദുർ എന്നൊരു തരം മരുന്ന് കുടിക്കുന്നുണ്ട്. അങ്ങനെ ബുഖാരി ഇമാമിനോട് ഒന്ന് ചോദിച്ചു, ഫഹൽ ഇൻദക മിൻ ദവാഇൻ ലിൽ ഹിഫ്ളി, നിങ്ങൾ എന്തോ മരുന്നാണ് ഈ ഓർമ്മശക്തിക്ക് കഴിക്കുന്നത്? നിങ്ങൾ എന്താ കുടിക്കുന്നത്? ബുഖാരി ഇമാം പറഞ്ഞു, 13,000 കിലോമീറ്റർ സഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കുന്നതിന് 16 കൊല്ലം മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മാ ബൈന ബൈതി വ മിൻബരി റൗദത്തും മിൻ റിയാൽ ജന്ന, ഇങ്ങനെ തുടങ്ങിയ പവിത്രമായ സ്ഥലങ്ങൾ ഉൾപ്പെടെ 16 കൊല്ലം 13,000 കിലോമീറ്റർ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട്. കുറ്റപ്പുറത്ത് എത്ര ചെലവഴിച്ചെന്നറിയോ? കോടിക്കണക്കിന് രൂപയാണ് ബുഖാരി ഇമാം ഹദീസ് ക്രോഡീകരിക്കുന്നതിന്. 1, 2, 3, 4 അല്ല. മഹാനായ ഇമാം അജ്ലുനി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നതായി കാണാം, ഒരൊറ്റ യാത്രയിൽ, കപ്പൽ യാത്രയിൽ 1000 ദീനാർ കയ്യിലുണ്ട്. പോയി കിടന്നോട്ടെ, 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 കിടക്കാം. 1000 ദീനാർ എന്ന് പറഞ്ഞാൽ എത്ര? 1 ദീനാർ എന്ന് പറഞ്ഞാൽ 1 മിസ്കാല. മിസ്കാല് ദീനാർക്ക് എൻ്റെ കയ്യിലുണ്ട്. 4 ഗ്രാമിലേറെ ഉണ്ടാകും സ്വർണം. അപ്പോൾ 1000 ദീനാർ എന്ന് പറഞ്ഞാൽ എത്ര? 500 പവൻ. 500 മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ വിരുദ്ധധാരികൾ മനസ്സിലാക്കണം. അപ്പോൾ 500 പവൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചാർജ് അനുസരിച്ച് ഏകദേശം 4 കോടി രൂപ ഒരൊറ്റ യാത്രയിൽ കപ്പലിൽ ബുഖാരി ഇമാം ഹദീസ് ശേഖരത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അജ്ലുനി ഇമാം പറയുന്ന ശൈത്താൻ തന്നെയാണ് പറയുന്ന പദം തന്നെ. ഒരു ഖാദിം, ഒരു ലക്ഷണം കെട്ടവൻ, കുരുത്തം കെട്ടവൻ ബുഖാരി ഇമാമിൻ്റെ കൂടെ കൂടി ഖിദ്മത്ത് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ബുഖാരി ഇമാമിൻ്റെ അടുക്കൽ 1000 ദീനാർ ഉണ്ടെന്ന് മനസ്സിലാക്കി. അവന് തന്ത്രം ഉപയോഗിച്ചു. രാത്രി പാതിരാ സമയത്ത് കപ്പലിൽ കിടന്നിട്ട് അട്ടഹസിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ടായിരുന്നു, കാണാനില്ലോ, കാണാനില്ല, ഞാൻ എന്താ കാട്ടുക? ഹാർപ്പും വിളിയും ബഹളും കപ്പലിൽ. എന്താ ചെയ്യുക? എല്ലാവർക്കും ഒരു അഭിപ്രായമുള്ളൂ. കപ്പൽ മുഴുവൻ പരിശോധിക്കുക, എല്ലാവരും പരിശോധിക്കുക. ആരെ കയ്യിലാണോ 1000 ദീനാറുള്ളത് അവൻ അത് കള്ളനാണെന്ന് ഉറപ്പിക്കുക. കപ്പലെല്ലോ മുക്കുമൂലകൾ പരിശോധിച്ചു, കപ്പലിലെ മുഴുവൻ ആളുകളെയും പരിശോധിച്ചു. അവസാനം ഇമാം ബുഖാരി റളിയല്ലാഹു തങ്ങളെയും പരിശോധിച്ചു. പക്ഷേ ബുഖാരി ഇമാമിൻ്റെ കയ്യിൽ 1000 ദീനാർ കാണാനില്ല. പിന്നെന്താ മനസ്സാകുക? ദതിരിയ ഈ പറഞ്ഞവൻ. ഇത് ട്രെയിനല്ലല്ലോ, ഇടയിൽ ആരും കയറിയിട്ടും ഇറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ, ബസ്സും കാറും ലോറിയൊന്നല്ലല്ലോ. ഈ കരയിൽ നിന്ന് വിട്ട് അക്കരയിൽ എത്തുന്നത് വരെ കടലിൽ ഏതെങ്കിലും മനുഷ്യൻ കടന്ന് കയറുമോ? ഏതെങ്കിലും മനുഷ്യൻ ഇറങ്ങുമോ? അങ്ങനെ ആരെങ്കിലും 1000 ദീനാറ് കട്ടെങ്കിൽ
അവൻ്റെ കയ്യിൽ 1000 ദീനാറ് കണ്ട ഒരാളെ കയ്യിലും 1000 ദീനാറ് കാണാനില്ല. അപ്പോൾ എല്ലാവരും പൊതിരെ തച്ച് നന്നാക്കിയായിട്ട് തച്ചു. കപ്പുള്ളവരൊക്കെ നന്നാക്കി അങ്ങോട്ട് കൊള്ളും ചെയ്യേണ്ടി വന്നു. എന്തു പറയാനാ? ആ ലക്ഷം കെട്ടവും പിന്നെയും നിർത്തിയോ? പരിപാടി ഇല്ല. പിന്നെയും കഴിഞ്ഞ് ബുഖാരിമാവിൻ്റെ അടുത്ത് ഇങ്ങനെ സ്വകാര്യം പറയൂടി, അല്ല അങ്ങയുടെ അടുത്തൊരു 1000 ദീനാറില്ലേ ഇനിയോ, എന്തേ അങ്ങ് കാട്ടി വെച്ച്? ബുഖാരിമാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ ആ 1000 ദീനാറ് കടൽക്കാ കേസ് പേസ് ഒന്നായിട്ട് കടൽക്കങ്ങ് വലിച്ചെറിഞ്ഞു. ഓ, നിങ്ങൾ വല്ലാത്ത മനുഷ്യൻ തന്നെയാണല്ലോ. 4 കോടി ഉറുപ്പ്യ കപ്പൽക്കിട്ട് കടലിൽ കൊലിച്ചങ്ങൾക്ക് പൈസക്ക് നിലയും വിലയില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ബിരുദധാരികൾ മനസ്സിലാക്കണം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നീ മനസ്സിലാക്കണം. ഞാൻ ഇക്കാലം അത്രയും നേടിയെടുത്ത ഒന്ന്, അന്നീ സിഖത്തുൻ, ഞാൻ ഒരു ഗുഡ്വിൽ എനിക്കുണ്ട്, ഒരു നിലവാരം എനിക്കുണ്ട്, ഒരു അംഗീകാരം എനിക്കുണ്ട്. ഞാൻ ഒരു ചതി നടത്തിയിട്ടില്ല, വഞ്ചന നടത്തിയിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു എന്ന് പറയുന്ന ചീത്ത സ്വഭാവം എന്നിലുണ്ടായിട്ടില്ല. ഇതെങ്ങാനും പിടിക്കപ്പെട്ടു പോയാൽ ഇക്കാലം അത്രയും ഞാൻ നേടിയെടുത്ത എൻ്റെ ഗുഡ്വില്ലിൻ്റെ വില എത്രയാണെന്നറിയോ? എവിടെ വായിച്ചിട്ടുണ്ട്? ടാറ്റ കമ്പനി, രത്നം ടാറ്റ പടുത്തല്ലേ മരിച്ചത്. അതിൽ എൻ്റെ അംബാസഡർക്ക്, ബ്രാൻഡ് അംബാസഡർക്ക് 100 കോടി രൂപ കൊടുത്തിട്ടാണ് അംബാസഡർ നിശ്ചയിച്ചത്. പക്ഷേ അംബാസഡർ അച്ഛൻ എന്തോ കേസിൽ പെട്ടപ്പോൾ ആ അംബാസഡർ അപ്പോൾ ഒഴിവാക്കി, 100 കോടി ഒഴിവാക്കിയെന്ന്. കാരണം ആ അച്ഛൻ്റെ ചീത്തപ്പേര് ഈ അംബാസഡർക്ക് വരും, ഈ അംബാസഡർ സ്ഥാപനത്തിന് വരും. രത്നം ടാറ്റ എന്നിവർ അഴിമതി നടത്തിയായിട്ട് ഒരാൾക്കും തെളിക്കാൻ ഞാൻ കഴിയില്ല. ഞാൻ പാമതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല നിങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്ത എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ ഗുഡ്വിൽ. ഞാൻ സിഖത്താണ്, ചതിയില്ല, വഞ്ചനയില്ല എന്ന. ഇത് പിടിക്കപ്പെടലോടുകൂടെ അത് നഷ്ടപ്പെടും. എൻ്റെ 1000 ദീനാറിനേക്കാൾ 5 കോടിയേക്കാൾ വലുത് എപ്പോഴും അവനവൻ്റെ അഭിമാനം, അവനവൻ്റെ സൽപ്പേര്, അവനവനിക്കുള്ള അംഗീകാരം, ഇത് നഷ്ടപ്പെടുന്നതാണ് മുറുവത്ത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലത്ത് 10-20 വയസ്സുള്ള ടൈമിൽ റയീസുൽ മുഹഖിഖീൻ ശൈഖുന കണ്ണീത്ത് ഉസ്താദിനെ മഞ്ചേശത്ത് കൊണ്ടുപോയി. കാക്കന്ന് അവിടുത്തെ മുദരിസാണ്. ഉറൂസിന് കൊണ്ടുപോയതാ. അംബാസഡർ കാറിലാണ്, AC ഒന്നുമില്ല. അപ്പോൾ ആരെങ്കിലും തലയെ കെട്ടി കഴിച്ചാൽ അപ്പം പറയും അയാൾ ഫക്കീഹല്ല. മഹാനായ ഇമാം നബി റഹിമഹുല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്, മിൻ ഖവാരിക്കിൽ മുറുവ ലുബ്സുൽ ഫഖീഹൽ ഖലൻസുവ. മിൻഹാജിന്റെ ഇബാറത്ത, മിൻ ഖവാരിക്കിൽ മുറുവ ലുബ്സുൽ ഫഖീഹി അൽ ഖലൻസുവ. പണ്ഡിതൻ തലപ്പാവിൻ്റെ മുകളിൽ തലപ്പാവില്ലാതെ ആ തലപ്പാവ് അയച്ചു വെച്ചിട്ട് തൊപ്പി മാത്രം ധരിക്കൽ അവൻ്റെ മുറുവത്ത്, അവൻ്റെ ഗുഡ്വിൽ തകർക്കുന്നതാണ്. ഇപ്പോഴൊക്കെ ട്രെയിനിലൊക്കെ കയറി ചെന്ന് നോക്കിയാൽ പറയേണ്ടതില്ലല്ലോ. ചിലരൊക്കെ നാട്ടിൽ പോയാൽ അൽഹംദുലില്ലാഹ് അസംസ്കൃത മക്കൾ ചെയ്യൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനവൻ്റെ വേഷം, അവനവൻ്റെ ഗുഡ്വിൽ. അപ്പം ബുഖാരി ഇമാം ഇത് ചെയ്തു. സംഭവം അവസാനിച്ചില്ല. ബുഖാരി ഇമാം നാട്ടിലെത്തി. ഒരു സമുദ്രതീരത്തൂടെ നടക്കുകയാണ്. അപ്പം കണ്ടുകൊണ്ട് ഒരു മത്സ്യം വന്നിട്ട് ഇതേ കേസിട്ടിട്ട് ബുഖാരി ഇമാമിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കണം. ഒട്ടും നഷ്ടപ്പെടാതെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതിൻ്റെ വാഹകർ, അതിൻ്റെ പ്രചാരകർ, അതിൻ്റെ പ്രവർത്തകരെല്ലാം റബ്ബ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഒരൊറ്റ ഫിൽസും ആഴിക്കടലേക്ക് എറിഞ്ഞ് നഷ്ടപ്പെടാതെ തിരിച്ചെത്തി. ഇതാണ് ബുഖാരി ഇമാം. ആ ബുഖാരി ഇമാമിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ മെമ്മറി പവർ? ബുഖാരി ഇമാം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു മരുന്നും കണ്ടില്ല. പക്ഷെ 2 കാര്യം ഞാൻ കണ്ടത്. അതാണ് ഇവിടെ നിന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന ഇവിടത്തെ 31ഓളം ബിരുദധാരികളായ പണ്ഡിതന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്.
2 മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് നഹ്മത്തുർ റജുൽ, മറ്റൊന്ന് മുആലബത്തുൽ. ഒരു മനുഷ്യൻ്റെ മനക്കരുത്ത്, അചഞ്ചലമായ വിശ്വാസം. ലോക്ക്ഡൗൺ കഴിഞ്ഞ് ആരും ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് യുഎയിലേക്കൊന്നും വിനീതനാ പോയത്. അന്നൊരു ഓൺലൈൻ ക്ലാസ് നടത്തി. ഫിസിക്കൽ ക്ലാസ്സൊന്നും പറ്റൂല. ആ ക്ലാസ് കേട്ട ഒരാൾ മധുഭാസ്കരൻ, വലിയ മോട്ടിവേറ്ററാണല്ലോ, 2 ലക്ഷം ഉറുപ്പ്യൊക്കെ ഒരു മണിക്കൂറിന് ഡിപ്പോസിറ്റ് ചെയ്തല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. അയാളുടെ ഫാൻ. അയാൾ ആഫ്രിക്കയിലും യൂറോപ്പിലൊക്കെ കൊണ്ടുപോകുന്ന ആളാണ്. അയാളിനെ വിളിപ്പിച്ചു. എന്തേക്കും നിർത്തി വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്നൊരു ഹദീസ് ഓതിയല്ലോ, ആ ഹദീസിൻ്റെ ഒന്ന് എനിക്ക് പറഞ്ഞിരുമെന്ന് വെച്ച്. അയാൾ എത്രയോ മോട്ടിവേറ്ററാണ്. അയാളെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളാണ്. അയാൾ ധാരാളം മോട്ടിവേറ്റർ ക്ലാസ് ലക്ഷങ്ങൾ ചിലവഴിച്ചാൽ കൂടുന്ന ആളാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ ക്ലാസ്സിൽ ഹദീസ് ഒന്ന് പറഞ്ഞിരുമെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ കുറേ ഹദീസ് ഓതിയിട്ടുണ്ടാകുമല്ലോ, അവിടെ തന്നെ എനിക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. അവൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ഒരു സൂചന പറഞ്ഞു തന്നാൽ. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, അൽ യഖീൻ എന്നാണ് അവസാനത്തെ പദം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഓർമ്മയായി, ഖൈറു മാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ. അതാണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ, വിശദീകരിച്ച് കൊടുത്തപ്പോഴേ 1 ലക്ഷം ഉറുപ്പ്യ അദ്ദേഹം എനിക്ക് തന്നു. എത്രേ? 1 ലക്ഷം ഉറുപ്പ്യക്ക് നിധി കിട്ടിയ മാതിരി. ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് ഒരചഞ്ചലമായ വിശ്വാസം. ഞാൻ ചെയ്തേ തീരൂ. ഞാൻ എൻ്റെ മഹല്ലത്തിൽ ഇന്ന് SMEയുടെ പാലക്കാട് ജില്ല മാനേജ്മെൻറ്റ് കോൺഫറൻസിൽ കാര്യമായും പറഞ്ഞതാണ്, ഒരു മാനേജ്മെൻ്റ് അങ്ങ് തീരുമാനിക്കട്ടെ, ഒരു നാടങ്ങ് തീരുമാനിക്കട്ടെ, ഒരു മഹല്ലത്തങ്ങ് തീരുമാനിക്കട്ടെ, നമ്മുടെ മഹല്ലത്തിൽ മദ്യപാനികൾ വേണ്ട, ഉണ്ടാകാൻ പാടില്ല എന്ന്. നമ്മുടെ മദ്രസയിൽ ഒറ്റ കുട്ടിയും വരാതിരിക്കാൻ പാടില്ല എന്നൊന്നാണ്ട് തീരുമാനിക്കട്ടെ. ഒരു ടീമിനെ ഫുൾ മാർക്കോട് കൂടെ വാങ്ങിക്കൊടുത്താൽ അവർ SLCയിലും ഫുൾ A+ കിട്ടുക, മദ്രസയിലും ഫുൾ A+ കിട്ടുക. ഞാൻ പറയുന്നു, നിങ്ങളുടെ പിന്നാലെ മദ്രസയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആളുകളും പിന്നെ മന്ത്രിമാരുടെ റെക്കമെൻഡേഷൻ ആയിരിക്കും. ആരൊക്കെ റെക്കമെൻഡേഷൻ ആയിരിക്കും? മഅദിൻ അക്കാദമി 55,000 കുട്ടി, 55 സ്ഥാപനങ്ങളായി മാറിയത്, 33,000 കുട്ടികൾ കയറിയത്. ഇപ്പോൾ ഓരോ മന്ത്രിമാരും MLAമാരും എല്ലാ വിഭാഗം ആളുകളും വന്നിട്ടുണ്ട് പറയല്ലേ. എന്താ പറച്ചിലെന്നാ? എന്തേ കാരണം? എതിർത്തവരും പരിഹസിച്ചവരും പുച്ഛിച്ചവരൊക്കെ ഇപ്പോൾ സ്വീകരണങ്ങളെ കൊണ്ടാ. അവരൊക്കെ കുട്ടികളെ മഅദിൽ ചേർക്കാൻ എന്തേ കാട്ടിയത്? മദ്രസ പഠനം, അതാണ് ഒന്ന്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഇവിടെ നിങ്ങളൊക്കെ ഉള്ള മദ്രസ ട്യൂഷന് വേറെ എവിടേക്കെങ്കിലും പോകുക. എന്നിട്ടോ മദ്രസയിൽ നിന്ന് ഉസ്താദ് ഇങ്ങനെ നല്ല പഠിക്കണ്ടോ, അങ്ങനെ ആക്കണ്ടോ, അങ്ങോട്ട് വരിക. ട്യൂഷൻ മാസ്റ്റർ ഈ മദ്രസയിൽ പോയിക്കോ, വെറുതെ എനിക്ക് കിട്ടാത്തത്. കൺസേഴ്സിൻ്റെ പോകുക, അവിടുന്ന് പറഞ്ഞു കൊടുക്കുക. എന്നാൽ നമ്മുടെ മഹല്ലത്തുകളെ മദ്രസകളിൽ മദ്രസ പഠനത്തോടനുബന്ധിച്ച് ആ ട്യൂഷൻ മദ്രസയിൽ തന്നെ നടക്കട്ടെ. നിങ്ങൾക്ക് അധ്വാനങ്ങൾ കുറയും, നിങ്ങളുടെ കുട്ടികൾ ടൈം വേസ്റ്റ് ആക്കേണ്ടി വരില്ല. അവർ നന്നായി ഉസ്താദുമാരെ പ്രശംസിക്കട്ടെ, ഉസ്താദുമാർ അധ്യാപകന്മാരെ പ്രശംസിക്കട്ടെ. നിങ്ങളുടെ നാട്ടിലുള്ള നല്ല ഹൈലി എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ ആളുകളെ തിരഞ്ഞെടുക്കട്ടെ. അങ്ങനെ ഒരു ടീമിനെ നിങ്ങൾ SLCയിൽ ഫുൾ A+, മദ്രസയിൽ ഫുൾ A+, ഈ 2 കൂടി ഒരു 10 കുട്ടികൾ ഒരു ടീമിനെ നിങ്ങൾ പുറത്താക്കി, നിങ്ങൾ പുറത്തു വിട്ടോ, അവർ സമ്മാനം കൊടുത്തോ, നിങ്ങളുടെ മദ്രസയിൽ 100 കുട്ടികൾ 1000 കുട്ടികളായി മാറാൻ കഴിയും. ഞാനൊരു മദ്രസയിൽ പോയി, എനിക്ക് വല്ലാതെ വിഷമം തോന്നിപ്പോയി. ലോക്ക്ഡൗണിൻ്റെ മുമ്പ് അവിടെ 1500 കുട്ടികളുണ്ടായിരുന്നു. എത്ര? 1500 ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ 250 കുട്ടികളാണ്, 300 കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പം എന്താ സംഭവം? ഒരു നല്ല പ്രഗത്ഭനായ അധ്യാപകൻ ഉസ്താദ് ആ നാട്ടിൽ സർവസ്വം സമർപ്പിച്ച് 10-35 കൊല്ലം ചോര നീരാക്കി കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനം. എന്തോ കമ്മിറ്റി ഭാരവാഹിയും ഉസ്താദും തമ്മിൽ മാനസികമായ അകൽച്ച വന്നു.
ആ ഉസ്താദിനങ്ങ് പുറത്താക്കി. ഉസ്താദിനെ പുറത്താക്കിയും കരുതി കുറച്ച് കഴിഞ്ഞ് പൊരുത്തപ്പെടിക്കാന്നാണ്. ഉസ്താദാണെങ്കിൽ മാനസികമായി തളർന്നു. ഉസ്താദ് പിറ്റത്തെ മാസം മരിച്ചു. അല്ലാഹുമ്മ റഫഅ ദറജതുഹു. നാട്ടിലാകെ പ്രശ്നമായി. ലോക്ക്ഡൗൺ മുമ്പ് 1500 കുട്ടികളുണ്ടായിരുന്ന മദ്രസ കഴിഞ്ഞ മാസം ഞാൻ ചെന്നപ്പോൾ എത്രയേ ഉള്ളൂ? 250 കുട്ടികൾ. 1250 കുട്ടികൾ ഇവിടെ പോയി. പ്രഗത്ഭരായ അധ്യാപകന്മാരെ എത്ര മദ്രസയിൽ 25 കൊല്ലം ഒരേ സ്ഥലത്ത് നിന്ന് 50 കൊല്ലം ഒരേ സ്ഥലത്ത് നിന്ന പോരെ. വയനാട്ടിൽ 50 കൊല്ലം ദർസ നടത്തിയ ഒരു ഉസ്താദിനെ നോക്കിയാൽ ഹസൻ ഉസ്താദ് അല്ലാതെ വേറെ ആളുണ്ടാവും നിൽക്കുമൊന്നുമില്ല. വയനാട്ടിലുണ്ടാവും. ആർക്കെങ്കിലും പറയാൻ കഴിയൂ? ഹസൻ ഉസ്താദിൻ്റെ നാട് വയനാടല്ലല്ലോ, ആനക്കയത്തല്ലേ, വളാഞ്ചേരി, കരുവാരക്കുണ്ടെന്ന് ഉസ്താദ് ആ വന്ന രംഗമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. വെല്ലൂര് ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബിക് കോളേജ് 150-ാം വാർഷികം ഉണ്ടായിരുന്നു. അന്ന് 30 കൊല്ലം ഒരു മഹല്ലത്തിൽ ദർസ് നടത്തിയ ആളുകൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ ആദ്യം പേര് വായിച്ച് താജുൽ ഉലമാ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഫാത്താദിൻ്റെ തൊട്ട് മുമ്പാണ്. പക്ഷേ താജുമത് അറിഞ്ഞിട്ടില്ല. അവിടെ ഉള്ളാൽ കുഞ്ഞിക്കോയത്തങ്ങളെന്നാണ് ഞങ്ങളൊക്കെ അപ്പോഴാണ് അറിയണത്. അത് അറിഞ്ഞിരുന്നെങ്കിൽ 150-ാം വാർഷികത്തിൽ അങ്ങനെ 50 കൊല്ലം ഒരേ സ്ഥലത്ത് നിന്ന മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, നബത്തു ഫസബത്തു സബത്തു ഫനബത്തു. ഞാൻ ഒരു സ്ഥലത്താണ്ട് ഉറച്ചു നിന്നു. ദാക ഖൈറ് തമ്മ ഖൈറ്. അതിൻ്റെ പിന്നാലെ പോകരുത്. ഒരേ സ്ഥലത്ത് നാട്ടുകാർ ഒരു ഉസ്താദ്, നല്ല ഉസ്താദിനെ കണ്ടെത്തുക, ആ ഉസ്താദിന് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുക, ആ ഉസ്താദിൻ്റെ കീഴിൽ കുട്ടികളൊക്കെ നന്നായി വളരുക. അപ്പം മറ്റ് സ്ഥാപനങ്ങളിലൊന്നുമില്ലാത്ത കുറേ പ്രത്യേകതകൾ ഈ സ്ഥാപനത്തിലുണ്ട്. ഞാൻ എല്ലാ 27-ാം രാവിനും മഹാനായ ഹസൻ ഉസ്താദ് അവിടെ എത്തും, നേരത്തെ എത്തും. ഏറ്റവും അവസാനമാണ് വരിക. കൊല്ലം വിളിച്ചവന് അത് ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തുമല്ലോ, എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. റബ്ബേ നീ ക്ഷീണം മാറ്റിക്കൊടുക്കണേ അല്ലാ, താഴ്ച മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞാൻ ചുരുക്കുന്നു. അപ്പോൾ ഒന്ന് എന്ത് മനക്കരുത്ത്, രണ്ടാമത്തോ മുദാവമത്തുൻ നദർ, നിരന്തര പരിശ്രമം. ഇത് രണ്ടും ഉണ്ടായാൽ ഇവിടുന്ന് വിരുദ്ധം വാങ്ങുന്ന വിരുദ്ധധാരികളോട്, ഈ ശബ്ദം ശ്രമിക്കുന്നവരോട് ഇത് രണ്ടും ഉണ്ടായാൽ ഏത് സ്ഥാപനം വളർത്തിയെടുക്കാൻ കഴിയും. ഒരു 10-15 കൊല്ലം എൻ്റെ ജീവിതത്തിലെ സ്വപ്നമായിരുന്നു ഒരു 500 അതിനികളെ ഡോക്ടറേറ്റ് നേടി വാങ്ങിക്കൊടുക്കണം. അങ്ങനെ പല ശ്രമങ്ങളും നടത്തുന്നു. വേണ്ടത്ര വിജയിക്കുന്നില്ല. ഞാനതിൽ എന്ന് പല ആൾക്കാരെയും PhD-കാരെ കൊണ്ടുവന്ന് PhD-കാരെ അധ്യാപകന്മാരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കും. ഒരു ഫ്രഷ് PhD-കാരനാണ്, പുതിയ മെത്തേഡ് അവർക്ക് ആളുകളൊക്കെ ആക്കി. പക്ഷെ അതൊന്നുമില്ലാതെ കൊല്ലം 8 JRF കിട്ടിയത്. ഒരു SLC പോലും PG ഇല്ല, JRF ഇല്ല, SRF ഇല്ല, PG ഇല്ല, ഡിഗ്രി ഇല്ല, +1 ഇല്ല, +2 ഇല്ല. 10-15 കൊല്ലം മുണ്ടക്കോടുള്ള ഒരു പാവ ഉസ്താദ് 2 കുട്ടികളെ കൈപിടിച്ചിട്ട്, ഷിഹാബ് അലിയുടെയും സുബൈറിൻ്റെയും കൈപിടിച്ചിട്ട് എന്നോട് ഒന്ന് പറഞ്ഞിരുന്നു, എൻ്റെ 2 കുട്ടികളെ തച്ച് കൊന്നാലും ശരി ഞാനിങ്ങോട്ട് ചോദിക്കൂല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് തുല്യതാ പരീക്ഷ എഴുതി SLC എഴുതിയിട്ടുണ്ടോ, അതിലപ്പുറം പഠിച്ചിട്ടില്ല. ഈ ഷിഹാബ് അലി ഹസനി ഉസ്താദ് ക്ലാസ് എടുത്ത കുട്ടികളാണ് 8 പേർക്ക് JRF കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു എന്താണ്. അപ്പോഴാണ് തവാസുൽ തത്താബ് മുദാവമത്ത്, നിരന്തരം കുട്ടികളുടെ പിന്നാലെ കൂടും. അപ്പം ഞാൻ ഈ ഷിഹാബ് അലി ഉസ്താദിനെ നേരെ മുത്തവൽ കണ്ട് കയറ്റി. ഇമാതിരി ആളുകളാണ് മുത്തവലിൽ. അപ്പം ഞാൻ ഈ പറയുന്ന ഈ 2 കാര്യം, ഒന്നെന്ത്, ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ബുഖാരി ഇമാം പറഞ്ഞാണ്. ഒന്ന്, ഞാനത് നേടിയെടുത്തേ തീരൂ എന്ന അചഞ്ചലമായ വിശ്വാസം. രണ്ടാമത്തത് നിരന്തര പരിശ്രമം. ഇത് രണ്ടും ഉണ്ടായാൽ നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് അതിനെല്ലാ നിലക്കും അർഹനും പ്രഗത്ഭനുമായ വയനാട് ഹസൻ ഉസ്താദ് ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ അഭിവൃദ്ധിയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്.